ഹായ് എല്ലാവർക്കും നമസ്കാരം. സ്കോറേഴ്സ് PSCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് തൊട്ട് നമ്മൾ 2022 പ്രീലിംസിന് വേണ്ടിയുള്ള കറണ്ട് അഫയേഴ്സ് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്ന കറണ്ട് അഫയേഴ്സ് എവിടെന്നാന്ന് വെച്ചാൽ നമ്മൾ 2020 ലാസ്റ്റ് കുറച്ച് മാസങ്ങൾ, 2021 കംപ്ലീറ്റ്, 2022 ഇപ്പൊ നടക്കുന്ന കാര്യങ്ങൾ വരെ അതാണ് നമ്മൾ കറണ്ട് അഫയേഴ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കറണ്ട് അഫയേഴ്സിൽ പഠിക്കുന്നത്. കാരണം ഇതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന കറണ്ട് അഫയേഴ്സ് 2020 ലാസ്റ്റ് തൊട്ട് 2021 2022. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 2021 ആദ്യത്തെ ആഴ്ചയിലെ കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണ്. ആദ്യത്തെ ആഴ്ചയിൽ പബ്ലിഷ്ഡ് ആയ കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണ് 2021 ജാനുവരി ആദ്യത്തെ ആഴ്ചയിൽ. ഓക്കെ, അപ്പോൾ ആ 2021 ജാനുവരി ആദ്യത്തെ ആഴ്ചയിൽ എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ 2020 ലാസ്റ്റിലെ കുറച്ച് കാര്യങ്ങളും കൂടെ കയറി വരും. അപ്പോൾ അതനുസരിച്ച് വേണം നിങ്ങൾ അത് മനസ്സിൽ കണ്ടു വേണം നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻസ് കേട്ട് പഠിക്കാൻ. ഓക്കെ അല്ലേ? ഒന്നാമത്തെ ചോദ്യം, ഒളിമ്പിക്സ് ഉൾപ്പെടെയുള്ള രാജ്യാന്തര കായിക മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് 2 വർഷത്തേക്ക് വിലക്ക് ലഭിച്ച രാജ്യം ഏതാണ്? ഒളിമ്പിക്സ് ഉൾപ്പെടെയുള്ള രാജ്യാന്തര കായിക മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് 2 വർഷത്തേക്ക് വിലക്ക് ലഭിച്ച രാജ്യം റഷ്യയാണ്. റഷ്യ. രണ്ടാമത്തെ ചോദ്യം, സർക്കാർ ജീവനക്കാർക്ക് ഡ്രസ് കോഡ് നിർബന്ധമാക്കിയ സംസ്ഥാനം ഏതാണ്? സർക്കാർ ജീവനക്കാർക്ക് ഡ്രസ് കോഡ് നിർബന്ധമാക്കിയ സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയാണ് സർക്കാർ ജീവനക്കാർക്ക് ഡ്രസ് കോഡ് നിർബന്ധമാക്കിയത്. മൂന്നാമത്തെ ചോദ്യം, അടുത്തിടെ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച ആണവശേഷിയുള്ള ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈൽ. അപ്പൊ ഇത് 2021 ബേസ്ഡ് ആണ്. അപ്പൊ ഓർത്തിരിക്കുക, അടുത്തിടെ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച ആണവശേഷിയുള്ള ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈൽ ഏതാണ്? പൃഥ്വി 2. ഓക്കെ, അപ്പൊ നമ്മളോട് ചിലപ്പോ എക്സാമിന് ഈ അടുത്തിടെ എന്നായിരിക്കില്ല ചോദിക്കുന്നത്, 2020 അല്ലെ 2021 ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച ആണവശേഷിയുള്ള ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈൽ ഏതാണ് എന്നായിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് 2021 പബ്ലിക്കേഷൻ ആയതുകൊണ്ടാണ് അടുത്തിടെ എന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരു കൺഫ്യൂഷൻ വേണ്ട. ഓക്കെ, അപ്പൊ ഓർത്തിരിക്കുക, പൃഥ്വി 2 ആണത്. പൃഥ്വി 2. നാലാമത്തെ ചോദ്യം, ലോക ഉത്തേജക ബിരുദ സമിതിയുടെ ശാസ്ത്രീയ ഗവേഷണ ബഡ്ജറ്റിന് $1 ദശലക്ഷം സംഭാവന നൽകിയ രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. ഇന്ത്യ. ലോക ഉത്തേജക ബിരുദ സമിതിയുടെ ശാസ്ത്രീയ ഗവേഷണ ബഡ്ജറ്റിന് $1 ദശലക്ഷം സംഭാവന നൽകിയ രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. ഇന്ത്യ. അടുത്തത് അഞ്ചാമത്തെ ചോദ്യം, ഡിസംബറിൽ ISRO വിജയകരമായി വിക്ഷേപിച്ച വാർത്താവിനിമയ ഉപഗ്രഹം ഏതാണ്? ഈ ഡിസംബർ എന്ന് പറയുമ്പോഴത്തേക്കും 2020 ഡിസംബർ ആണ് ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മൾ 2021 ജാനുവരി ബേസ്ഡ് കറണ്ട് അഫയേഴ്സ് ആണ് പഠിക്കുന്നത്. അപ്പം 2020 ഡിസംബർ ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. 2020 ഡിസംബറിൽ ISRO വിജയകരമായി വിക്ഷേപിച്ച വാർത്താവിനിമയ ഉപഗ്രഹം ഏതാണ്? CMS-01. CMS-01. അടുത്തത് ആറാമത്തെ ചോദ്യം, 2020 ഡിസംബർ 16 ഇന്ത്യ ആദരിച്ച 1971 ഇന്ത്യ പാക് യുദ്ധത്തിന്റെ 50ാം വാർഷികാഘോഷത്തിന്റെ പേരെന്താണ്? പേര് സ്വർണിം വിജയ് വർഷ് എന്നാണ് ആ വാർഷികാഘോഷത്തിന്റെ പേര്. എന്തിന്റെ ഓർമ്മയ്ക്കാണ്? ഇന്ത്യ പാക് യുദ്ധത്തിന്റെ 50ാം വാർഷികാഘോഷത്തിന്റെ പേരാണ് ഏത്? സ്വർണിം വിജയ് വർഷ്. എന്നാണ് അത് ആദരിച്ചത്? 2020 ഡിസംബർ 16 അത് ആദരിച്ചത്. ഓക്കെ അല്ലേ? അടുത്തത് ഏഴാമത്തെ ചോദ്യം, റോഡ് ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ ഇന്ത്യയുമായി സഹകരിക്കാൻ തീരുമാനിച്ച രാജ്യം ഏതാണ്? റോഡ് ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ ഇന്ത്യയുമായി സഹകരിക്കാൻ തീരുമാനിച്ച രാജ്യം ഏതാണ്? ഓസ്ട്രിയയാണ്. ഓസ്ട്രിയ. എട്ടാമത്തെ ചോദ്യം, കൊറോണ ഉൾപ്പെടെയുള്ള വൈറസുകൾക്കെതിരെ വാക്സിൻ വിതരണത്തിനായി വെർച്വൽ ഹബ്ബ് രൂപീകരിക്കുന്നതിന് ഇന്ത്യയുമായി സഹകരിക്കുന്ന രാജ്യം ഏതാണ്? ബ്രിട്ടൻ ആണ്. ബ്രിട്ടൻ. കൊറോണ ഉൾപ്പെടെയുള്ള വൈറസുകൾക്കെതിരെ വാക്സിൻ വിതരണത്തിനായി വെർച്വൽ ഹബ് രൂപീകരിക്കുന്നതിന് ഇന്ത്യയുമായി സഹകരിക്കുന്ന രാജ്യം ഏതാണ്? ബ്രിട്ടൻ ആണ്. ഒമ്പതാമത്തെ ചോദ്യം, 2022 ICC Under-19 ലോകകപ്പിന്റെ വേദി ഏതാണ്? 2022 ICC Under-19 ലോകകപ്പിന്റെ വേദി ഏതാണ്? വെസ്റ്റ് ഇൻഡീസ് ആണ്. വെസ്റ്റ് ഇൻഡീസ്. അടുത്തത് പത്താമത്തെ ചോദ്യം, UNDP യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം പ്രസിദ്ധീകരിച്ച ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ
ഇന്ത്യയുടെ സ്ഥാനം എത്ര? UNDP യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം പ്രസിദ്ധീകരിച്ച ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 131 സ്ഥാനത്താണ് ഇന്ത്യ. 11ാമത്തെ ചോദ്യം. 2030 ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്ന രാജ്യം ഏതാണ്? ദോഹയാണ്. ഖത്തറിലെ ദോഹയാണ് 2030 ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്ന രാജ്യം. അടുത്തത് 12ാമത്തെ ചോദ്യം. ഫോബ്സ് മാഗസിൻ പ്രസിദ്ധീകരിച്ച ലോകത്തെ ഏറ്റവും പ്രതിഫലം പറ്റുന്ന സെലിബ്രിറ്റികളുടെ പട്ടികയിൽ ഒന്നാമതെത്തിയ താരം ആരാണ്? ഫോബ്സ് മാഗസിൻ പ്രസിദ്ധീകരിച്ച ലോകത്തെ ഏറ്റവും പ്രതിഫലം പറ്റുന്ന സെലിബ്രിറ്റികളുടെ പട്ടികയിൽ ഒന്നാമതെത്തിയ താരം ഏതാണ്? കൈൽ ജെന്നർ ആണ്. കൈൽ ജെന്നർ. അടുത്തത് 13ാമത്തെ ചോദ്യം. 2020 ടൈം മാഗസിൻ ഹീറോസ് ഓഫ് 2020 പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ വംശജൻ ആരാണ്? 2020 ടൈം മാഗസിൻ ഹീറോസ് ഓഫ് 2020 പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ വംശജൻ ആരാണ്? രാഹുൽ ദുബെ ആണ്. രാഹുൽ ദുബെ. അപ്പോൾ 2020 ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കാരണം 2021 ബേസ്ഡ് ആണ് 2020 ടൈം മാഗസിൻ ഹീറോസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ 2020 ടൈം മാഗസിൻ ഹീറോസ് ഓഫ് 2020 പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ വംശജൻ ആരാണ്? രാഹുൽ ദുബെ. അടുത്തത് 14ാമത്തെ ചോദ്യം. ഫോർമുല 1 കാറോട്ടത്തിലെ അബുദാബി ഗ്രാൻഡ് പ്രീ കിരീടം നേടിയ താരം ആരാണ്? ഫോർമുല 1 കാറോട്ടത്തിലെ അബുദാബി ഗ്രാൻഡ് പ്രീ കിരീടം നേടിയ താരം ആരാണ്? മാക്സ് വെർസ്റ്റപ്പൻ ആണ്. മാക്സ് വെർസ്റ്റപ്പൻ. അടുത്തത് 15ാമത്തെ ചോദ്യം. ഐക്യരാഷ്ട്ര സംഘടനയുടെ നേതൃത്വത്തിൽ രാജ്യാന്തര കുടിയേറ്റ ദിനം ആചരിച്ച ദിവസം ഏതാണ്? ഐക്യരാഷ്ട്ര സംഘടനയുടെ നേതൃത്വത്തിൽ രാജ്യാന്തര കുടിയേറ്റ ദിനം ആചരിച്ച ദിവസം ഏതാണ്? ഡിസംബർ 18. അടുത്തത് 16ാമത്തെ ചോദ്യം. 2020 ഫിഫ ദി ബെസ്റ്റ് പുരസ്കാരം നേടിയ വനിതാ ഫുട്ബോൾ താരം ആരാണ്? 2020 ഫിഫ ദി ബെസ്റ്റ് പുരസ്കാരം നേടിയ വനിതാ ഫുട്ബോൾ താരം ആരാണ്? ലൂസി ബ്രോൺസ് ആണ്. ഇംഗ്ലണ്ടിന്റെ ലൂസി ബ്രോൺസ് ആണ്. അടുത്തത് 2020 ഫിഫ ദി ബെസ്റ്റ് പുരസ്കാരം നേടിയ ഫുട്ബോൾ താരം ആരാണെന്ന് ചോദിച്ചാൽ റോബർട്ട് ലെവൻഡോവസ്കി ആണ്. പോളണ്ടിന്റെ. അപ്പോൾ വനിതാ ഫുട്ബോൾ താരം എന്ന് എടുത്തു ചോദിച്ചാലാണ് ഉത്തരം ലൂസി ബ്രോൺസ്. അല്ലാതെ പുരസ്കാരം നേടിയ ഫുട്ബോൾ താരം എന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? റോബർട്ട് ലെവൻഡോവസ്കി. ഓക്കെ. പുരുഷ താരമാണ് റോബർട്ട് ലെവൻഡോവസ്കി പോളണ്ടിന്റെ. വനിതാ ഫുട്ബോൾ താരമാണ് ലൂസി ബ്രോൺസ് ഇംഗ്ലണ്ടിന്റെ. ഓക്കെ. അത് മാറിപ്പോവരുത്. അപ്പൊ ഞാനിവിടെ 2020 ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് വെറുതെ അല്ല. കാരണം നമുക്ക് കറണ്ട് അഫയേഴ്സ് അതും ആവശ്യം വരും. കാരണം നമുക്ക് 2022 പാതി വരെ എക്സാമിന് ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ. കറണ്ട് അഫയേഴ്സ് പാതിയും ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. നമുക്ക് എക്സാം ഏത് മാസമാണെന്നോ അനുസരിച്ചിരിക്കും. കറക്റ്റ് മാസം അനുസരിച്ചിരിക്കും. അതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ 2020 ലാസ്റ്റ് കാര്യങ്ങളും ഓവർലാപ്പ് ചെയ്ത് വരാൻ ചാൻസ് ഉണ്ട്. 2020 2021 കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് നീ ഇതും കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കുക. 2020 കുറച്ച് കാര്യങ്ങളും കൂടെ അറിഞ്ഞിരിക്കുക. ബ്ലാങ്ക് ആയിട്ട് ഇരിക്കരുത്. അതുകൊണ്ട് 2020 കൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ. ഇനി 18ാമത്തെ ചോദ്യം. അതും 2020 ബേസ് ചെയ്ത് തന്നെയാണ്. ടൈം മാഗസിന്റെ ബിസിനസ് പേഴ്സൺ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ്? എറിക് യുവാൻ. സൂം ആപ്പിന്റെ എറിക് യുവാൻ ആണ് ടൈം മാഗസിന്റെ ബിസിനസ് പേഴ്സൺ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി. എറിക് യുവാൻ. ഓക്കെ. സൂം ആപ്പിന്റെ ഓണർ ആണ് എറിക് യുവാൻ. ഓക്കെ അല്ലേ? അടുത്തത് 19ാമത്തെ ചോദ്യം. ഗോവധ നിരോധന നിയമം പാസാക്കിയ സംസ്ഥാനം. ഗോവധ നിരോധന നിയമം പാസാക്കിയ സംസ്ഥാനം ഏതാണ്? കർണാടകയാണ് ഗോവധ നിരോധന നിയമം പാസാക്കിയ സംസ്ഥാനം. 20ാമത്തെ ചോദ്യം. ആരോഗ്യ മേഖലയുടെ വികസനം ലക്ഷ്യമിട്ട് അമ്മ മിനി ക്ലിനിക്കുകൾ ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഉത്തരം തമിഴ്നാടാണ്. ആരോഗ്യ മേഖലയുടെ വികസനം ലക്ഷ്യമിട്ട് അമ്മ മിനി ക്ലിനിക്കുകൾ ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങൾ. നമ്മൾ മെയിൻ ആയിട്ട് 20 ചോദ്യങ്ങൾ പഠിച്ചു, ഉത്തരങ്ങൾ പഠിച്ചു. നമുക്കിനി വരും ക്ലാസ്സുകളിൽ ബാക്കിയുള്ള കറണ്ട് അഫയേഴ്സ് പഠിക്കാം. എത്രയും വേഗം നമുക്ക് കറണ്ട് അഫയേഴ്സ് പഠിച്ച് തീർക്കാം. ഓക്കെ. ഞാൻ മാക്സിമം സ്പീഡിൽ തന്നെ പോവാം. നിങ്ങളും കൂടെ തന്നെ പഠിച്ചു പോവാം. നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ചാനലിനെയും കൂടെ. നിങ്ങൾ നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്ത് എത്തിക്കുക. ഇങ്ങനെ ഒരു ചാനലുണ്ട്, വീഡിയോസ് എല്ലാം ഉണ്ട്, ക്ലാസ്സുകളുണ്ട്, ഫ്രീ ക്ലാസ് ഉണ്ടെന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനെയും കൂടെ അറിയിക്കുക. മാക്സിമം ചാനൽ ഷെയർ ചെയ്യുക. ഓക്കെ.
നിങ്ങൾ ക്ലാസ്സസ് കണ്ടാൽ മാത്രമേ നമുക്ക് ഇത് ഇടാനുള്ള പ്രചോദനം ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, കൂടെ തന്നെ പഠിക്കുക. ഓക്കെ, പഠിച്ചു പോവുക. കറണ്ട് അഫയേഴ്സ് ഒക്കെ അന്ന് തന്നെ പഠിച്ചു പോവുക. മാക്സിമം ഡെയിലി വീഡിയോസിന് ഇടാൻ നോക്കുന്നുണ്ട് കറണ്ട് അഫയേഴ്സിന്റെ. അതിനുള്ള പ്രിപ്പറേഷൻസ് ഞാൻ ചെയ്യുന്നുണ്ട്. മാക്സിമം ഡെയിലി വീഡിയോസും കറണ്ട് അഫയേഴ്സും നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാൻ ഞാൻ മാക്സിമം നോക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയിക്കാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ നമ്മുടെ മെയിൽ ഐ ഡി ഞാൻ താഴെ പിൻ ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെയിൽ ഐ ഡി ഉണ്ട്. എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെയിൽ ആയിട്ടേലും അയക്കാവുന്നതാണ്. ഓക്കെ അല്ലേ? അപ്പോൾ താങ്ക് യു.